നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശിലാപിള്ളേ, അതായത് വളരെ അസാധാരണമായ അല്ല, നിയമം ലംഘിച്ചുകൊണ്ട് തന്നെയുള്ളൊരു നീക്കമാണ് ഇപ്പോൾ സുഗതൻ്റെ കാര്യത്തിൽ ഇന്ന് ഈ അടുത്ത നിമിഷം അരങ്ങേറിയിരിക്കുന്നത്. അതായത് വൈരാഗ്യം തീർക്കാൻ വേണ്ടി സുഗതനെ മനഃപൂർവ്വം ഒന്നിലധികം കേസുകൾ പെടുത്തുന്നു. ഈ കേസുകൾ വച്ചിട്ട്, അതായത് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി, ഇതൊക്കെ വച്ചിട്ട് വട്ടർക്കാവ് സ്റ്റേഷൻ ലിമിറ്റിൽപ്പെട്ട വാഴോട്ട് ഓണത്തെ വാർഡിൽ നിന്ന് ജയിച്ചു വന്ന സുഗതനെ വോട്ടർമാർ ജയിപ്പിച്ചു വിട്ടാണ്, അല്ലാതെ കാശ് കൊടുത്ത് സീറ്റ് വാങ്ങിച്ചതല്ല. അതേ അവിടുത്തെ തദ്ദേശീയനായ ഈ സുഗതൻ എന്ന BJP കൗൺസിലറെ ആകാശത്തേക്ക് വെടിവെച്ച് കാപ്പ കേസിൽ പെടുത്തി. കാരണം ആകാശത്തേക്ക് വെടിവെച്ചാലൊരു കോടതി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രതിയെ പിടിച്ചത് വെടിവെച്ചാണ്. കേരളത്തിൽ ആദ്യമാണല്ലോ വെടിയുതിർത്ത് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു എഴുതുമ്പോഴേ മഹാസ്ത്ര എഴുതുമ്പോഴത്തേക്ക് അതിനൊരു ഒരു ഭീകര സീരിയസ് അതെ, വെടിവെച്ച് അവിടെ വെച്ച്. പക്ഷെ സുഗതന്റെ അനുയായികളൊന്നും ആക്രമിച്ചില്ല. സുഗതന്റെ അനുയായി സുഗതന്റെ ഭാര്യ, അതെ, അപ്പൊ അവരൊക്കെ ആക്രമിച്ചില്ല. സുഗതൻ ഒരു റിയൽ എസ്റ്റേറ്റ് ഒരു ബിൽഡറാണ്, അങ്ങനെ ഒരുപാട് റെപ്യൂട്ടഡ് പദവികൾ നോക്കുന്ന ആളാണ്. അപ്പോൾ അതിന്റെയൊക്കെ വൈരാഗ്യങ്ങൾ ഒരു വശത്തുണ്ട്. കാരണം സുഗതൻ നിർമ്മിച്ചു എടുക്കുന്ന വീടുകളൊക്കെ ലോക്കൽ വീടൊന്നുമല്ല, വെറുതെ ഈ സിമന്റ് പൂശി വിടുന്ന. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങൾ. അങ്ങനെ വട്ടർക്കാവ് SHO ഇന്ന് വളരെ ഗുരുതരമായൊരു കോടതി അലക്ഷ്യം ചെയ്തിരിക്കുകയാണ്. വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല വൈരാഗ്യം തീർക്കാൻ. സുഗതനെ അറസ്റ്റ് ചെയ്തിട്ടും വീട്ടുകാരെ അറസ്റ്റ് ചെയ്തിട്ടും ഈ അതെ സുഗതൻ ഈ വട്ടർക്കാവ് SHOയുടെ വീട്ടിൽ ചെന്ന് ഇടയ്ക്കെന്തോ വെല്ലുവിളിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുള്ള അരിശം ഇതുവരെ മണ്ടി നടക്കുകയാണ് ഇദ്ദേഹം വീണ്ടും. അത് ഇന്നൊരു വലിയ കോടതി ലക്ഷ്യമായിട്ട്. ശരിക്കും എന്തൊക്കെയാണ് ആ സംഭവത്തിൽ? അതായത് സാധാരണഗതിയിൽ നമ്മൾ സുഗതനെ ആദ്യം മുതൽ തന്നെ സുഗതനെതിരെ ഈ വട്ടിയൂർക്കാവിലെ SI എടുത്തിട്ടുള്ള എല്ലാ നടപടികളും വളരെ മോശമാണ് എന്ന തരത്തിലുള്ള വാർത്ത ആദ്യം മുതൽ തന്നെ വന്നിരുന്നു. കാപ്പ ചുമത്തുന്ന സമയത്ത് കാപ്പ ചുമത്തുന്ന കാര്യം നേരത്തെ ഇൻറ്റിമേഷൻ കൊടുക്കേണ്ടതാണ്, ഇൻറ്റിമേഷൻ കൊടുത്തിട്ടില്ല, നിയമവിരുദ്ധമായാണ് എല്ലാ കാര്യവും ചെയ്തിരിക്കുന്നത് നമുക്ക് വ്യക്തമാകുന്നു. പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ കാപ്പ ചുമത്തുകയും പിടിച്ചുകൊണ്ട് പോവുകയും അത് ആകാശത്തേക്ക് വെടിവെച്ച് അസുഖത്തിലിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. നേരത്തെയും അന്നും സുഗതൻ കോടതിയുടെ പരിഗണനയിലിരുന്ന വിഷയത്തിൽ തനിക്ക് സുഖമില്ല, കുറേ ദിവസം കൂടി തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കോടതിയിൽ ഹർജി കൊടുത്തപ്പോൾ ആ ഹർജിക്ക് ഒരു തീരുമാനമാകാൻ പോലും സമയം നിൽക്കാതെ, പലപ്പോഴും ഇപ്പോൾ നമുക്കറിയാം മുൻകൂർ ജാമ്യത്തിനൊക്കെ കൊടുക്കുമ്പോൾ അതിനുള്ള അവസരങ്ങൾ പോലീസ് കൊടുക്കും. മുൻകൂർ ജാമ്യത്തിന് കൊടുത്തേക്കുന്ന പ്രതിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യില്ല, കോടതിയുടെ പരിഗണനയിലുള്ള ആളാണെന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അതൊന്നും ചെയ്യാതെ സുഗതനെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് രാത്രി 8 മണിക്ക് ആകാശത്തേക്ക് വെടിവെച്ച് ഒരു കാര്യവുമില്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും പോലീസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് സ്വയരക്ഷയ്ക്കാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു കേസിൽ കൂടിപ്പെടുത്തുകയും, അതായത് ഈ കേസുകളുടെ ഗൗരവം കൂട്ടാൻ വേണ്ടി വീണ്ടും ഒരു കേസിൽ കൂടിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്നു മുതൽ കേരളത്തിലെ BJP നേതാക്കന്മാരെല്ലാം പറയുന്നുണ്ട് സുഗതനെ വളരെ കൃത്യമായി തന്നെ. അവിടുത്തെ ജനങ്ങൾ, വട്ടിയൂർക്കാവിലെ ജനങ്ങൾ, വാഴോട്ടുകോണത്തെ ജനങ്ങൾ ഒക്കെ പറയുന്നുണ്ട് വളരെ കൃത്യമായി തന്നെ സുഗതനെ കരുവാക്കിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ കേസ് നമ്പർ ഓഫ് കേസസ് വെച്ച് സുഗതനെ ഒരുപക്ഷെ കാപ്പ കേസ് ചുമത്താൻ സാധിക്കുമെങ്കിലും ആ കേസുകളുടെ ഗൗരവം, അതായത് സാധാരണഗതിയിൽ പോലീസ് എടുക്കുന്ന കേസുകൾക്ക്, ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ഉപരോധം അങ്ങനെയുള്ള കേസുകൾക്കൊന്നും കാപ്പ ചുമത്താൻ കഴിയില്ല. അങ്ങനെ പല രാഷ്ട്രീയ കേസുകളെ മറയാക്കി വെച്ചുകൊണ്ട് സുഗതനെതിരെ വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലാണ് സുഗതനെ ഈ കാപ്പ കേസിൽ ചുമത്തേണ്ടത് നമ്മുടെ ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടറുടെ ഉത്തരവ്. കളക്ടർ അത് വെരിഫൈ ചെയ്തിട്ട് വേണം. പുതിയ UDF സർക്കാരിന്റെ കാലത്തും പഴയ കളക്ടർ തന്നെയാണ്. പക്ഷേ UDF സർക്കാരിന്റെ സമ്മർദ്ദം കൊണ്ട് ഈ കളക്ടറും അത്തരമൊരു ഉത്തരവിടാൻ നിർബന്ധിതയായി. തീർച്ചയായിട്ടും. കാരണം ഇതിന് UDF-നും LDF-നും ഒരുപോലെ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണല്ലോ ഇന്നലെ ശബരിനാഥൻ കോർപ്പറേഷന് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് സുഗതൻ ഒപ്പിട്ടിട്ടില്ല, ഏപ്രിൽ സുഗതൻ വന്നിട്ടില്ല, ഒപ്പിട്ടിട്ടില്ല എന്ന് വരുത്താൻ വേണ്ടി, ഒപ്പിൽ കൃത്രിമം കാണിക്കാൻ വേണ്ടി, എനിക്ക് തോന്നുന്നു ഈ അറ്റൻഡൻസ് ലിസ്റ്റ് ഇത്രയും എടുത്ത് ശബരി ഇങ്ങനെ ഈ സുഗതന്റെ ആദ്യത്തെ ഒപ്പിൽ ഇങ്ങനെ മറച്ചു വെക്കുന്നുണ്ട്. ആ വിഷ്വൽ ഒന്ന് ശ്രദ്ധിച്ചറിയാം. അതായത് ഏപ്രിലെ ഒപ്പ് മറച്ചു വെച്ചുകൊണ്ട് ഒപ്പിട്ടിട്ടില്ല, അടുത്ത 2 ദിവസങ്ങൾ ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ 3 പ്രാവശ്യം ആയെങ്കിൽ മാത്രമേ ഇയാളെ അയോഗ്യനാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് വലിയ രീതിയിലുള്ള പ്രകമ്പനം കാണിക്കുന്നത് നമ്മൾ കണ്ടാണ്. അവിടെ വെള്ളം ഒഴിച്ച് കളയാനോ കീറിക്കളയാനോ ഒക്കെ കൂട്ടുകാരെല്ലാം ചേർന്ന് ഇത് വളരെ കൃത്യമായി തന്നെ ആ കൗൺസിലർമാരെല്ലാം ചേർന്ന്, കോൺഗ്രസ്സുകാരെല്ലാം ചേർന്ന് ആസൂത്രിതമായി വന്നതാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇടതും വലതും മുന്നണികൾ ഇക്കാര്യത്തിൽ ഒറ്റ കെട്ടിലാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നഗരസഭാ ഭരണം അട്ടിമറിക്കുക, കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കുക എന്ന ലക്ഷ്യമുണ്ട്. ഇടതും വലതും മുന്നണികൾ പരസ്പരം അവർ രണ്ടുപേരും എല്ലാ കാലത്തും അഴിമതിക്കാരാണ്. രണ്ടുപേരും കാട്ടിക്കൂട്ടിയ അഴിമതികൾ അത് പുറത്തു വരാതിരിക്കാനുള്ളൊരു തന്ത്രമാണ്. എനിക്ക് തോന്നുന്നു അതാണ്
സത്യത്തിൽ കോർപ്പറേഷനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കോർപ്പറേഷൻ ബി ജെ പിയുടെ മേയറാണുള്ളത്. മേയറെ എന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരൊറ്റ മേയറെ മാത്രമേ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും നഗരസഭ ചെയർമാനെയോ മേയറെയോ ആരെങ്കിലും അറിയെങ്കിൽ തിരുവനന്തപുരം മേയറെ മാത്രമേ അറിയുകയുള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ കൗൺസിലിലും 35 പേരാണ് BJP, അവരായിരുന്നു യഥാർത്ഥ പ്രതിപക്ഷം. അതിലും താഴെയായിരുന്നു UDF. അതാണ്. അപ്പം ഈ UDF-ഉം BJP-യും തുല്യ ദുഃഖിതരായിരുന്നു. അതായത് 40-45 വർഷമായിട്ട് CPM ഭരിക്കുന്നു. ഈ തലസ്ഥാന നഗരത്തിൽ ഈ ഏറ്റവും വലിയ കോർപ്പറേഷൻ തുല്യ ദുഃഖിതരാണ്, ഭരണം കിട്ടിയിട്ടില്ല. പക്ഷെ അതിൽ റണ്ണറപ്പായിട്ട് കയറി വന്നത് BJP-യാണ്. പക്ഷെ നല്ല ഒരു യഥാർത്ഥ പ്രതിപക്ഷമായിരുന്നെങ്കിൽ ഇവർക്ക് ചാൻസ് ഉണ്ട്. അല്ലാതെ ഇപ്പോ ഇവർ വിചാരിക്കുന്ന ഈ ഗുണ്ടാ പ്രവർത്തനത്തിലൂടെയും ഗിമ്മിക്ക് കാണിച്ചും നഗരസഭ ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒരുപക്ഷെ ഇവരുടെ രണ്ടിന്റെയും കൂടെ കോർഡിനേഷൻ, അതായത് സുഗതനെ കാപ്പ ചുമത്തിയത് വലതുപക്ഷത്തിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ, അതായത് UDF-ന്റെ കാലഘട്ടത്തിലാണെങ്കിൽ ഒരുപക്ഷെ കാപ്പയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു വെച്ച ശേഷമാണ് VK പ്രശാന്ത് പോയത്. അപ്പൊ അതിൽ നമുക്ക് ഇവർ രണ്ടുപേരും ചേർന്നുള്ള കളിയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോ ഇന്നുണ്ടായ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഉണ്ടായത്, സാധാരണഗതിയിൽ ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ വാറണ്ട് കൊടുത്ത് ജയിലിലുള്ള പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം. അപ്പോൾ പ്രൊഡക്ഷൻ വാറണ്ട് കൊടുത്ത് നെടുമങ്ങാടാണ് കേസുള്ളത്. നെടുമങ്ങാട് കോടതിയിലേക്ക് പ്രതിയെ കൊണ്ടുവരുന്നു, സുഗതനെ കൊണ്ടുവരുന്നു. സുഗതനെ നെടുമങ്ങാട് കൊണ്ടുവന്ന് അവിടെ വന്നിട്ട് സാധാരണഗതിയിൽ മെഡിക്കൽ ചെക്കപ്പ് നടത്തിയ ശേഷമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് വിടുകയാണെങ്കിൽ, വിടുന്നതിന് മുന്നോടിയായി പോലീസ് കസ്റ്റഡി വേണമെന്ന് ആവശ്യപ്പെടുന്നു. പോലീസ് കസ്റ്റഡിയിലേക്ക് വിടുകയാണെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് നിർബന്ധമാണ്. അപ്പോൾ മെഡിക്കൽ ചെക്കപ്പ് നടത്തി വിട്ടുകൊടുക്കേണ്ടത്, മെഡിക്കൽ ചെക്കപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കിയ ശേഷം വീണ്ടും കോടതിയാണ് ഈ പോലീസുകാർക്ക് വിട്ടു നൽകേണ്ടത്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഇപ്പോൾ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിന്, അതായത് കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കി പോലീസിന് ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്നു, വിയൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതി പറയുന്നു മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞുകൊണ്ട്. മെഡിക്കൽ ചെക്കപ്പിന് പോകുമ്പോൾ വട്ടിയൂർക്കാവിലെ SI ഈ പറയപ്പെടുന്ന സുഗതനോടൊപ്പം അവരുടെ വട്ടിയൂർക്കാവിലെ ജീപ്പിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പോലീസ് എന്തിനാണ് ഇത്ര അമിത താല്പര്യം ഈ വിഷയത്തിൽ കാണിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാരണവശാലും കോടതിയിൽ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വന്നവരാണ് മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞ് കോടതിയിൽ കൊണ്ടുവന്ന് സുഗതനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം വട്ടിയൂർക്കാവ് SIയുടെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയും, അവിടെ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരിച്ചു വരുമ്പോൾ സുഗതൻ പറയുന്നുണ്ട് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു, തന്നെ വളരെ മോശമായി തന്നോട് പെരുമാറാൻ ആ ജീപ്പിലുള്ളവർ ശ്രമിച്ചു എന്ന് സുഗതൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ അടുത്ത സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും എന്താണ് സംഭവിക്കുക എന്ന്. കോടതി വട്ടിയൂർക്കാവിൽ എന്തിനാണ് കൊണ്ടുവന്ന്, നിങ്ങൾ കോടതിയിൽ നിന്ന് വിയൂരിൽ നിന്നുള്ളവരല്ലേ കൊണ്ടുപോകേണ്ടത്, അതുകൊണ്ട് വട്ടിയൂർക്കാവ് SIയെ വിളിച്ചു വരുത്താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഇതിൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയി എന്നുള്ളതാണ്. ഇതുപോലെ സമാനമായ ഒരു കേസ് നേരത്തെ ഞാൻ കണ്ടത് ദിലീപിന്റെ കേസിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ദിലീപ് നിരപരാധിയാണ് എന്ന് പറയാനുള്ള, അല്ലെങ്കിൽ ദിലീപിനെ ആദ്യം മുതൽ തന്നെ ഞാൻ ദിലീപ് നിരപരാധിയാണെന്ന് പറയാനുള്ള കാരണം, കോടതിയിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നു. ഈ ഒരു പെൺകുട്ടിയെ ആക്രമിക്കപ്പെടുന്നു, നടി ആക്രമിക്കപ്പെടുന്നു. അതിനുശേഷം കോടതിയിൽ കീഴടങ്ങാൻ വന്ന പൾസർ സുനിയെ കീഴടങ്ങാൻ ഒരു പ്രതി വരുമ്പോൾ, ആ പ്രതി കോടതിയിൽ കീഴടങ്ങിയാൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യാനേ പോലീസിന് വിട്ടുകൊടുക്കുകയാണ് സ്വാഭാവികമായ നടപടിക്രമം. അവിടെ കോടതി മൊഴി രേഖപ്പെടുത്താൻ സമ്മതിക്കാതെ കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാർ കോടതി വളപ്പിൽ കയറി കീഴടങ്ങാൻ വന്ന പ്രതിയെ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടുപോയ ഒരു കേസാണ് ദിലീപിന്റെ കേസ്. പോലീസിന് എന്താ അമിത താല്പര്യം? ഇപ്പോൾ ജഡ്ജിയുടെ അടുത്ത് ചെല്ലുന്നു, ജഡ്ജി മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ജഡ്ജിയുടെ വീട്ടിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചു വെക്കുകയോ ഒന്നും ചെയ്യില്ല ഈ പ്രതിയെ പോലീസിന് ആവശ്യമുണ്ടെങ്കിൽ പോലീസിന് വിട്ടുകൊടുക്കും. ജഡ്ജി ഒന്നും ചെയ്യില്ല ഈ പ്രതിയെ. എന്തിനാണ്? ജഡ്ജിയുടെ മുന്നിൽ മൊഴി രേഖപ്പെടുത്തിയാൽ മാറ്റി പറയാൻ കഴിയില്ല. അതുകൊണ്ട് ജഡ്ജിയുടെ മുന്നിൽ മൊഴി രേഖപ്പെടുത്താതെ കേരളത്തിലെ പോലീസുകാർ എന്തിനാണ് കോടതി വളപ്പിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയത്? അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നു ദിലീപിനെ ഈ കേസിൽ പ്രതി ചേർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമായിരുന്നു നടന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിലുള്ള പ്രതിയെ കണ്ടെത്താനാണെങ്കിൽ പൾസർ സുനി വന്ന് കോടതിയിൽ പറയട്ടെ. അതിനുശേഷമാണ് എല്ലാ തിരക്കഥയും മാറിയിട്ടുള്ളത്. അതുവരെ ചിത്രത്തിലില്ലാതിരുന്ന ദിലീപ് പെട്ടെന്ന് ചിത്രത്തിലേക്ക് വരുന്നതൊക്കെ ഈ പോലീസ് ഈ പറയപ്പെടുന്ന പൾസർ സുനിയെ പിടിച്ചുകൊണ്ട് പോയതിനു ശേഷമാണ്. ഇപ്പൊ സുഗതന്റെ കാര്യത്തിൽ സമാനമായ കാര്യമാണ് നടക്കുന്നത്. സുഗതനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ സമയമാകുന്നതിന് മുമ്പ് ഇത്ര വെപ്രാളം വട്ടിയൂർക്കാവ് SIക്ക് എന്തായിരുന്നു? എന്തിനാണ് ഇത്രയധികം വെപ്രാളം പിടിക്കുന്നത്? എന്താണ് വട്ടിയൂർക്കാവ് SI ഇതിന്റെ പിറകിൽ നിൽക്കുന്നതിന് കാരണം? വേറെ ലോകത്തെങ്ങും പ്രതികളില്ലേ? വേറെ എങ്ങും ഒരു കേസ് നടക്കുന്നില്ലേ? കേരളത്തിൽ സുഗതന്റെ കേസ് മാത്രമല്ല. ഏതായാലും സുഗതൻ ഒളിച്ചോടിയൊന്നും പോവില്ല. സുഗതൻ ഒരു ജനപ്രതിനിധി ആയിരിക്കുന്നിടത്തോളം കാലം സുഗതന് ഒളിച്ചോടി പോകാൻ സാധ്യമായ ഒരാളല്ല. സുഗതനെ പിടിച്ചതും സുഗതന്റെ വീട്ടിൽ നിന്നാണ്.
സുഗതൻ ഒളിച്ചോടി പോയടത്തൊന്നും ചേസ് ചെയ്ത് പിടിച്ച ആളല്ല. അയാളുടെ വീടിനകത്ത് ആഹാരം കഴിക്കുകയോ എന്തോ ചെയ്തുകൊണ്ടിരുന്ന ആളെ അവിടെ കയറി പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അന്ന് തന്നെ നമ്മൾ കണ്ടതാണ്, കുറച്ച് വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വിട്ടു സുഗതൻ ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ട്. സുഗതൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുഗതന്റെ ഭാര്യ പറയുന്നുണ്ട് ഉടുപ്പിടട്ടെ, അയാൾ വരും, അയാൾ എവിടെയും ഒളിച്ചോടി പോവില്ല എന്ന് പറയുന്നു. ഭാര്യയെ അടക്കം ചവിട്ടി ഉപദ്രവിച്ച് അവരെ വലിയ കുട്ടികളെ അടക്കം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആകാശത്തേക്ക് വെടിവെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ്. ഈ സുഗതനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം ഒരു കോടതിയുടെ അനുമതി ഇല്ലാതെ പോയ അവരെ ഏൽപ്പിക്കുന്നതിന് മുമ്പേ കൊണ്ടുപോയി. അത് പക്ഷേ പ്രൊഡക്ഷൻ വാറണ്ട് കാണിച്ച് കൊണ്ടുവന്ന അതേ തൃശ്ശൂരുള്ള വിയൂരുള്ള അവിടുത്തെ പോലീസുകാർക്കല്ലേ ഉത്തരവാദിത്വം? തീർച്ചയായിട്ടും പോലീസുകാർക്കാണ് ഉത്തരവാദിത്വം. അവരെന്തുകൊണ്ടാണ് എനിക്കറിയില്ല, അവരെന്തുകൊണ്ടാണ് ആ വിയൂരിൽ നിന്നുള്ള വിയൂർ ജയിലിൽ നിന്നുള്ളവരും വിയൂരെ പോലീസുകാരും എന്തുകൊണ്ടാണ് അങ്ങനെ വിട്ടുകൊടുത്തതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇവരെല്ലാം തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും സുഗതനെ അപായപ്പെടുത്താനുള്ള ശ്രമമുണ്ട്. കേരളത്തിലെ BJP നേതൃത്വം എന്തുകൊണ്ടാണ് അടങ്ങിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിലെ BJP നേതൃത്വം ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ടായ കൗൺസിലിന്റെ വിഷയത്തിലാണെങ്കിലും മേയറെ ഉപദ്രവിച്ച വിഷയമാണെങ്കിലും ഡെപ്യൂട്ടി മേയറെ ഉപദ്രവിച്ച വിഷയമാണെങ്കിലും വികസനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കേരളത്തിലെ മുഴുവൻ കൗൺസിലർമാരും കാപ്പ കേസിൽപ്പെടുകയും ഇങ്ങനെ അനധികൃതമായ കേസിൽപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ ഇതേ സംഭവം തന്നെ, അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ശബരിനാഥ് ഉടനെ പറഞ്ഞു കഴിഞ്ഞു കാപ്പ ചുമത്തേണ്ട പ്രതിയാണ് ഉദയൻ എന്ന് ശബരിനാഥ് പറയുകയാണ്. അതേപോലെ തന്നെ സുഗതനെ പോലെ ഒരാളെ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് BJP എന്ന് പറയുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതെങ്കിലുമൊക്കെ കള്ളക്കേസിൽ എല്ലാവരെയും കുടുക്കി ഇത്തരത്തിൽ വരുന്ന 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ BJP നേരിടാൻ പോകുന്നത് വളരെ വലിയ പ്രശ്നമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. CPM-ന്റെ ആവശ്യം BJP-യെ തകർക്കുക, താഴ്ത്തി കെട്ടുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ സർക്കാർ വന്ന ശേഷം വേട്ടയാടലാണ്. ഇടത് വലത് ഇത്തരം വേട്ടയാടൽ ഇടതുപക്ഷത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ പ്രശാന്തിന്റെ വ്യക്തിവൈരാഗ്യം ഇത്തരം ഒരു കേസിലേക്ക് പോയെങ്കിൽ പോലും വളരെ മാന്യമായാണ്, കുറച്ചെങ്കിലും മാന്യമായാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കുറച്ചെങ്കിലും മാന്യമായാണ് ഇടതുപക്ഷം പ്രതികരിച്ചു കൊണ്ടിരുന്നത്. ഇത്തരം കേസുകളിലൊക്കെ ഒരു ജനാധിപത്യ ബോധത്തോടെയുള്ള തീരുമാനങ്ങൾ വേട്ടയാടൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ജനപ്രതിനിധികൾക്കെതിരെയുള്ള വേട്ടയാടലാണ്. ഇപ്പോൾ കൗൺസിൽ നടക്കുന്ന കൗൺസിൽ ഹാളിൽ ശബരി കാട്ടിക്കൂട്ടിയത് ചൂടുവെള്ളം കോരി കൗൺസിലർമാരുടെ ദേഹത്തൊഴിക്കുന്ന മേരി പുഷ്പം. എന്നിട്ട് ഇന്ന് പറയുന്നുണ്ട് ഉദയൻ പോകാൻ വേണ്ടിയാണ്, ഒരു നിവർത്തിയുമില്ല, ക്യാമറകളെല്ലാം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ഒഴിച്ചത്, ഞാൻ സുഗതൻ പോകാൻ വേണ്ടി ഒഴിച്ചതാണെന്ന്. ചൂടുവെള്ളം ഒഴിക്കാമോ? സുഗതനല്ല, ഉദയനെ വെള്ളം ഒഴിച്ചാണ് ചൂടുവെള്ളം കുടിക്കാൻ വെച്ചിരിക്കുന്ന ചൂടുവെള്ളം എടുത്ത് എത്ര ക്രിമിനലുകളാണ് ഈ മേരി പുഷ്പമൊക്കെ. സത്യത്തിൽ ഇങ്ങനെയുള്ളവരെയാണ് കാപ്പ ചുമത്തേണ്ടത്. തീർച്ചയായിട്ടും ആ കേസ് എടുത്തേക്കുന്ന ആർക്കെതിരെയാണ്? അതിലൊന്നാം പ്രതിയാരാ? ഈ കേസിൽ മറ്റേ കേസിലും VV രാജേഷാണ് പ്രതി. അവർക്കൊക്കെ എതിരെയാണ് കേസ് എടുക്കുന്നത്. ഇവരെ ഉദയന്റെ ഉടുപ്പ് വലിച്ചു കീറുന്ന ആ വിഷ്വലുകളിൽ വളരെ കൃത്യമാണ്. ഉദയന്റെ ഉടുപ്പ് വലിച്ചു കീറുന്നത് മുഴുവൻ അവിടുത്തെ വനിതാ കൗൺസിലർമാരാണ്, കോൺഗ്രസിന്റെ വനിതാ കൗൺസിലർമാരാണ്, ശബരി വനിതാ കൗൺസിലർമാരാണ്. അല്ലാതെ അവിടെ ഉദയൻ ആരെ ഒരു സ്ത്രീ ആക്രമിച്ചിട്ടില്ല. ഞങ്ങളെ പിടിച്ചു പറിച്ചു, ഞങ്ങളെ തുണി വലിച്ചു ഊരി, സാരി പോയി എന്നൊക്കെ എത്ര നീചമായ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളിപ്പോ ഒരു ചായക്കടയിൽ നിന്നും ഒരു തിളച്ച വെള്ളം എടുത്ത് ചായ കുടിക്കാൻ കേസാകില്ലേ? തീർച്ചയായിട്ടും അതേ കേസിനാണ്. ഒരു സംഘർഷം നടക്കുമ്പോൾ കയ്യിൽ ഒരു ഗ്ലാസ് ചൂടുള്ള എന്തിനാണ്? അപ്പൊ ഇവർ ആയുധം കൊണ്ടുവന്നില്ല. തീർച്ചയായിട്ടും നഗരസഭ ആ കെട്ടിടത്തിനുള്ളിൽ മറ്റൊരു ആയുധവും ചൂടുവെള്ളം എടുത്ത് കയ്യിൽ വെച്ച് ഒഴിക്കുന്ന ആയുധം പ്രയോഗിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അവർക്കെതിരെ കേസെടുക്കണം. പക്ഷെ അവർക്കെതിരെ കേസെടുത്തിട്ടില്ല. കേസെടുക്കപ്പെട്ടത് ഉടുപ്പ് വലിച്ചു കീറുകയും അതിനിരയായി പോവുകയും അതുപോലെ തന്നെ ഉപദ്രവിക്കപ്പെടുകയും ചെയ്ത ഉദയനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു വനിതാ കൗൺസിലർ വൈഷ്ണ നിന്ന് കള്ളം പറയുന്നുണ്ട്. 20-21 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഇങ്ങനെ ഈ പെൺകുട്ടി കള്ളം പറയാൻ തുടങ്ങിയാൽ ഈ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഈ പെൺകുട്ടി എങ്ങനെ മുമ്പോട്ട് പോകും? ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ക്യാമറകളുടെ മുന്നിൽ ഇന്നത്തെ കാലത്ത് ക്യാമറകൾ, CCTV ക്യാമറകൾ, ഒപ്പം ചാനലുകളുടെ ക്യാമറകൾ, ഓൺലൈൻ ചാനലുകളുടെ ക്യാമറകൾ, മെയിൻ സ്ട്രീം ചാനലുകളുടെ ക്യാമറകളെല്ലാം നിൽക്കുമ്പോൾ നടക്കുന്ന ഒരു സംഭവത്തെ ഇത്രയധികം കള്ളം പറയാൻ ഈ പെൺകുട്ടി തയ്യാറായെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഈ പെൺകുട്ടി എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക? ആ വാർഡിലെ മുട്ടട വാർഡിലെ ജനങ്ങൾ ഈ കള്ളിയെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ പ്രത്യേകിച്ച് നമ്മുടെ CPM-നെതിരെയൊക്കെ ED കേസും ഒക്കെ വന്നപ്പോൾ ഹൈക്കോടതിയിലും നമ്മുടെ ജില്ലാ കോടതിയിലും സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ED CPM-നെതിരെ, CPM ED-ക്കെതിരെ നടത്തിയ അക്രമത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മൃദു സമീപനമാണ്.
അതിലെ ഒരു ഗൂഢാലോചനക്കാരെ ഇതുവരെ പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇഡി കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം അന്ന് അതുണ്ടാക്കിയത് രാവിലെ ആള് കുറവായിരുന്നു റെയ്ഡിന് വന്നപ്പോൾ റെയ്ഡിന് ഇറങ്ങും. പിന്നെയാണ് CPM പ്രവർത്തകർ ആഹ്വാനം ചെയ്ത് CPM നേതാക്കൾ ആഹ്വാനം ചെയ്ത് പോലീസ് ഉള്ളത് കൊണ്ട് അവർ പറയുന്നു, സത്യവാങ്മൂലത്തിൽ പറയുന്നത് പോലീസ് ഉള്ളത് കൊണ്ടാണ് ഇഡി ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെടാതിരുന്നത്. ആക്രമിച്ച് കൊലപ്പെടുത്താനായിരുന്നു അവിടുന്ന് CPM ശ്രമം. ഈ CPM കൊണ്ടുവന്നത് അവിടുത്തെ നേതാക്കന്മാരാണ്. അതുകൊണ്ട് ഈ നേതാക്കന്മാരെയും കസ്റ്റഡിയിലെടുത്ത് അവരെ നിയമ വിധേയമാക്കണം. അങ്ങനെ ഇവരിപ്പോ ആവശ്യപ്പെട്ടിരിക്കുക. തീർച്ചയായിട്ടും ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ SIക്ക് കൃത്യമായ പങ്കുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ കേസിൽ ഏറ്റവും കൂടുതൽ പിന്നിൽ നിന്ന് കളിക്കുന്നത് VK പ്രശാന്താണ്. ഒപ്പം ഇതിൽ രമേശ് ചെന്നിത്തലയും ഉണ്ട്. ഇന്ത്യ സഖ്യമാണ് ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ നഗരസഭാ ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്ന ഇന്ത്യ സഖ്യമാണ്. ഇങ്ങനെ പോകണമെങ്കിൽ BJP നേതൃത്വത്തിന് ഒരുപാട് വില കൊടുക്കുന്നുണ്ട്. കാരണം ഒരുപാട് ഇവരെല്ലാരും ഓരോ കേസുകൾ കൊടുക്കും. ഒന്നുകിൽ സ്ത്രീ വിഷയം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അഴിമതി ഇടപാടുകൾ, പെട്ടെന്ന് ഒരു കാശെടുത്ത് ഒരു കെട്ട് കാശ് അങ്ങനെ ചില വിജിലൻസ് ബുക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ അറിയാവുന്നവരാണ് ഈ LDF. ഞാൻ പറയുന്നത് BJPയുടെ സംസ്ഥാന നേതൃത്വം നിർജീവമാണ് എന്നുള്ളതാണ് ഇതിന് കാരണം. BJPക്ക് ഒരു നല്ല സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇതാകുമായിരുന്നു അവസ്ഥ. സുഗതനെതിരെ ഹൈക്കോടതി പോയോ? തീർച്ചയായിട്ടും. അല്ല, സുഗതനെ രക്ഷിക്കാനായിട്ട് പാർട്ടി എന്ത് ചെയ്തു? എനിക്ക് തോന്നുന്നു വീട്ടുകാരാണ് പോകുന്നത്. പാർട്ടിക്ക് വേണ്ടിയാണല്ലോ സുഗതൻ, പാർട്ടിക്ക് വേണ്ടിയാണല്ലോ. പ്രശാന്തിനൊക്കെ എതിരിട്ട് സുഗതൻ ജയിച്ചത് എങ്ങനെയാണ്? പ്രശാന്തിന്റെ VK പ്രശാന്ത് ഉദ്ഘാടനത്തിന്റെ വിഷ്വൽ പുറത്തു വിട്ടേക്കുന്ന കണ്ടാൽ മാത്രം മതി എന്തുകൊണ്ടാണ് സുഗതനെ ഇവര് പ്രതിയാക്കാനുള്ള ശ്രമം നടത്തിയെന്നുള്ളതിന്റെ വ്യക്തമായ ആ തെളിവുകൾ അതിൽ തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ തീരുമാനത്തിലേക്ക് പോകാത്തതെന്ന് എനിക്കറിയില്ല. ഇത് മാത്രമല്ല, ഇപ്പോൾ തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ ഭരണം, കോർപ്പറേഷൻ ഭരണത്തെക്കുറിച്ചായാലും അല്ലെങ്കിൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് എന്താണ് നടക്കുന്നതെന്നോ തിരുവനന്തപുരത്തെ ഒരു ലോക്കൽ പൊളിറ്റിക്സോ അറിയില്ലായിരിക്കാം. പക്ഷേ അത് എന്തുകൊണ്ടാണ് സുരേഷ് അടക്കമുള്ളവർ ഇത് പറഞ്ഞു കൊടുക്കാത്തത്, സുരേഷിന് ഇനി മനസ്സിലാവാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല. അതോ ഇനി VV രാജേഷ് ആയതുകൊണ്ട് അട്ടിമറിക്കപ്പെട്ട് പോകട്ടെ എന്ന് സുരേഷ് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. ഏതായാലും ഒരു തരത്തിലുള്ള ഞാൻ ചോദിക്കുന്നത് ഒന്നും വേണ്ട, K. സുരേന്ദ്രനായിരുന്നു BJPയുടെ സംസ്ഥാന പ്രസിഡന്റെങ്കിൽ ഈ അവസ്ഥ കേരളത്തിലെ കൗൺസിലർമാർക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്ന് 100%. ഇന്നീ അവസ്ഥ വരില്ലായിരുന്നു. തീർച്ചയായിട്ടും. നമ്മുടെ സുഗതനെ വിലങ്ങ് വെച്ച് കൊണ്ടുവരേണ്ട ഗതികേട് പാർട്ടിക്കുണ്ടായി. പാർട്ടി ജനപ്രതിനിധിയാണ്, MLA ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. ഇതൊരു കൗൺസിലറാണ്. അന്തസ്സോടെ ജയിച്ച് തിരുവനന്തപുരം നഗരസഭയെ ലീഡ് ചെയ്യുന്ന 50 പേരിൽ ഒരാളാണ്. നഗരസഭയ്ക്ക് ഈ ഭൂരിപക്ഷം കൊടുത്ത 50 കൗൺസിലർമാർ സുഗതനും കൂടി ജയിച്ചത് കൊണ്ടാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്നത്. പിന്നെ ശ്രീലേക്ക് ഓർമ്മയുണ്ടാകും ഇന്ന് എനിക്ക് തോന്നുന്നു ഈ കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും കോടതി കസ്റ്റഡിയിൽ വിടും. പക്ഷേ ഈ SHO ഉപദ്രവിച്ചു അല്ലെങ്കിൽ മോശമായി പെരുമാറി എന്നൊക്കെ പറയുമ്പോൾ, ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ SHO ഇടപെടാതിരിക്കാനുള്ളൊരു നിയമം ഉണ്ടാക്കേണ്ടതാണ്. ഉണ്ടാകും. ശ്രീലേക്ക് ഓർമ്മയുണ്ടാകും 2024 നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അന്ന് തിരുവനന്തപുരത്ത് BJPയുടെ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ആ സമയത്ത് VV രാജേഷിനായിരുന്നു ആദ്യം ചുമതല. പെട്ടെന്ന് അന്ന് ഇദ്ദേഹം സ്ഥാനാർത്ഥി ഇത് പത്രിക കൊടുത്തിട്ട് വന്ന് ഒരു വാർത്താ സമ്മേളനം ഇവിടെ നമ്മുടെ ബേക്കറി ജംഗ്ഷനിലെ പ്രധാന കാര്യാലയത്തിൽ ഇലക്ഷൻ കാര്യത്തിൽ നടത്തിയിരുന്നു. അതിനുശേഷം VV രാജേഷ് അവിടുന്ന് വിഷണ്ണാൻ്റെ പടിയിറങ്ങുന്നതാണ് ഞാൻ വ്യക്തിപരമായിട്ടാണ്. VV രാജേഷ് വളരെ അന്ന് ജില്ലാ സെക്രട്ടറിയാണ് രാജേഷ്, കൗൺസിലറും കൂടിയാണ്. വളരെ മനസ്സ് മുഖമൊക്കെ കലങ്ങി വിഷമിച്ച് എനിക്കൊരു ചുമതലയും ഇല്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ അന്നത്തെ 2024 ഇലക്ഷൻ പ്രചരണത്തിൽ എനിക്കൊരു ചുമതല ഇല്ല എന്ന് അടക്കം പറഞ്ഞ് അടുത്തുള്ള സുഹൃത്തുക്കൾക്ക് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഉച്ചയ്ക്ക് പടിയിറങ്ങുകയാണ്. അല്ലേ? അന്നേ ഇവര് തമ്മിൽ അകൽച്ചയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നി രാജീവ് ചന്ദ്രശേഖർ ഒന്നും ഇടപെടാത്തത്. രാജേഷ് വേണമെങ്കിൽ അങ്ങ് കാരണം രാജീവ് ചന്ദ്രശേഖർ എന്ന MLA-യേക്കാൾ പാർട്ടി പ്രസിഡന്റിനേക്കാൾ പ്രതിച്ഛായുണ്ട് VV രാജേഷ്. എന്തുകൊണ്ടാണ്? ജനത്തിനിടയ്ക്ക് ഇറങ്ങി എന്നുകൊണ്ടാണ്. അല്ല AC കാറിൽ വന്ന് AC റൂമിലിരുന്ന് AC ഉള്ള നിയമസഭയിൽ പോയിരുന്ന് ഇതൊന്നും ജനസേവനം നടക്കില്ല. അത് ഇനിയെങ്കിലും ഒരു മനസ്സിലാക്കണം. അതെ, തീർച്ചയായും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സുഗതനെ വേട്ടയാടുന്നത് വട്ടിയൂർക്കാവ് പോലീസാണെന്ന് പറഞ്ഞ വാദഗതിയെ 100% ശരിവെക്കുന്നതാണ് ഇന്ന് കോടതിയിൽ നടന്നിട്ടുള്ള ഈ കാര്യങ്ങളെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും.